ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശാല എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഉഴുന്നമ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഉഴുന്നമ്പരിപ്പ് ഒന്ന് ചുവന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുത് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയെ കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് ചെറുതാവുന്ന വഴറ്റിയതിന് ശേഷം അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ചെറുതരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ്. മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിനൊന്ന് നമുക്ക് അടച്ചു വയ്ക്കാം. ഇതിൻ്റെ അരപ്പൊന്ന് നോക്കാം. തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് മസാല ആണ്, ഗരം മസാലയാണ്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചതച്ചിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വെളുത്തുള്ളി ഇട്ടിട്ടുള്ളതാണ്. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഒതുക്കിയെടുക്കാം. ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള അരപ്പിന് ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. തട്ടിക്കൊടുത്ത് ഒരു 3-4 സെക്കൻഡ് ഇങ്ങനെ അടച്ചു വയ്ക്കാം. ആവി കയറ്റാൻ വേണ്ടിയാണ്. അതിനുശേഷം എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ചോറിനൊക്കെ കഴിക്കാൻ നല്ലൊരു തോരനാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.